പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തികൾ 4-32 വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. പ്രിയ മക്കളെ നോക്കൂ, വിശ്വസിച്ചവരുടെ കൂട്ടമാണ് ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഹല്ലേലൂയ അതിനകത്ത് ഏകഹൃദയവും ഏക മനസ്സും ഉണ്ടോ എന്ന് നാം ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഈ 4-ാം അധ്യായത്തിൽ 29 നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ വിശ്വസിക്കുവാൻ തക്കവണ്ണം കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിരിക്കുന്നു. അതായത് നാം നോക്കുമ്പോൾ ഹല്ലേലൂയ ഭീഷണികളൊക്കെ കാണുമ്പോഴും സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ഇരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഹല്ലേലൂയ 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയതായിട്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ഇവിടെ 2-ാം അധ്യായം ഹല്ലേലൂയ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രിയ മക്കളെ, ആത്മാവ് അവർക്ക് നൽകിയതുപോലെ ഹല്ലേലൂയ അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ അന്യഭാഷയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ ആയിത്തീരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അവരുടെ ഇടയിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കണം ഈ ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അനുഭവസ്ഥരാക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നിട്ടാണ് കാണുന്നത് ഹല്ലേലൂയ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. ഹല്ലേലൂയ. ഇന്നെങ്ങനെയാണ് ഇത് എൻ്റേതാണെന്ന് പറയുവാനാണ് എല്ലാവർക്കും ഹല്ലേലൂയ ഇഷ്ടം. ഹല്ലേലൂയ. എല്ലാവരും സ്വന്തമാണെന്ന് പറയുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവരവർക്കുള്ളത് കൊണ്ട് എനിക്ക് വേണം എന്നുള്ള ആ ഒരു ഇഷ്ടത്തിലാണ് എല്ലാവരും ആയിരിക്കുന്നത്. ഇവിടെ എന്താണ് എല്ലാവരും പൊതുവായിട്ടാണ്, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ ധാരാളം കൃപ ലഭിക്കണമെങ്കിൽ സകലവും നമുക്ക് ഹല്ലേലൂയ ഒന്നായി കാണണം. ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ സന്നിധി വന്നിരിക്കുമ്പോൾ എല്ലാവരും ഒന്നാന്നുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ കൃപമേൽ കൃപ പെരുകി ഹല്ലേലൂയ നമുക്കായിത്തീരുവാൻ ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാർ
അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തനെ അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് ഇങ്ങനെയൊക്കെ നടക്കുവാണെങ്കിൽ എന്തോ ആയിത്തീരും പ്രിയ ദൈവമക്കളെ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. ഇങ്ങനെ ആരെങ്കിലും അതായത് സമ്മതിക്കുമോ? ഇങ്ങനെ സമ്മതിക്കുമോ ആരെങ്കിലും? ഹല്ലേലൂയ. ഒരിക്കലുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അന്നത്തെ നോക്ക്, എല്ലാവരും കൊണ്ടുവച്ചു, എല്ലാവരും. എന്നിട്ടാണ് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ ആയേനായിരുന്നു? ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, താഴെ എന്നിട്ട് ഒരു കാര്യം കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ സന്നിധി എല്ലാം കൊണ്ടുവരണം, എല്ലാം കൊടുക്കണമെന്ന്. പക്ഷെ ഇതേപോലെ ഹല്ലേലൂയ ചില സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പറയും, എടി അല്ലെങ്കിൽ ഹല്ലേലൂയ അച്ചായ അല്ലെങ്കിൽ അമ്മാമ്മേ, നീ ഇങ്ങനെ ഇതൊക്കെ കൊടുത്താൽ എങ്ങനെയാ? നിന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഹല്ലേലൂയ. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി നടക്കണ്ടേ എന്നൊക്കെ. അതുപോലെ ഇവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞോ? ഈ കാര്യത്തിന് നീ മനസ്സ് വച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ അവിടെ ചില ഹല്ലേലൂയ പരാജയങ്ങൾ നമുക്ക് സംഭവിപ്പാൻ ഇടയായിത്തീരും. ഈ നാളുകളിൽ ഹല്ലേലൂയ ആ പരാജയത്തിന് കാരണമാകാതിരിക്കണമെങ്കിൽ നമ്മോട് പറയുന്നത് നാം അതേപോലെ തന്നെ ചെയ്യുവാൻ നാം ഹല്ലേലൂയ ഒരുക്കമുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ദൈവപ്രവൃത്തി കാണുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ആ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾക്ക് എങ്ങനെയും നിൽക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ പ്രിയ മക്കളെ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. 5-ാം വാക്യം നോക്കൂ. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണു പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ഹല്ലേലൂയ. എന്നിട്ട് താഴെ കാണുന്നുണ്ട് ഹല്ലേലൂയ തൻ്റെ ഭാര്യയും അതേപോലെ തന്നെ വന്ന് ഹല്ലേലൂയ തൻ്റെ ജീവനും കടന്നു പോയതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്താ? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെതിരായിട്ട് നാം പ്രവർത്തിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോട് ചെയ്യുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. പ്രിയ മക്കളെ, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പാൻ എന്നെ ഇടയാക്കണമേ. എന്നോട് ഹല്ലേലൂയ കർത്താപ്പച്ച സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താപ്പച്ച എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഹല്ലേലൂയ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് കൂട്ടുനിൽക്കുന്നവരായി തീരുവാൻ, അതിൽ നിന്ന് ഹല്ലേലൂയ മാറിപ്പോകുവാൻ ആരെയും അനുവദിക്കല്ലേ. ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് ഓരോ മക്കളോടും സംസാരിക്കണം. കർത്താവേ, കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.